ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 2 ദിനവൃത്താന്തം 29 അധ്യായം 11 വാക്യം. മക്കളെ, ഇനി അനാസ്ഥ കാണിക്കരുത്. മക്കളെ, ഇനി അനാസ്ഥ കാണിക്കരുത്. തൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതിനും തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും ധൂപം അർപ്പിക്കുന്നതിനും കർത്താവ് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പുണ്ട്. ഈ സാധാരണയ്ക്കപ്പുറം, ഈ സാധാരണ കാര്യങ്ങൾക്കപ്പുറം ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പുണ്ടെന്ന് തോന്നിയിട്ടില്ലേ? ഇല്ലേ? ഒരിക്കലും തോന്നിയിട്ടില്ലേ? നിങ്ങൾക്കൊരു പ്രത്യേക വിളിയുണ്ടെന്ന് തോന്നിയിട്ടില്ലേ? ഈ വിരുന്നിനും ആഹാരത്തിനും ഓട്ടത്തിനും ജോലിക്കും കൂലിക്കും വേലയ്ക്കും അപ്പുറം നിങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ലേ? മക്കളെ, ഇനി നിങ്ങൾ അതിൽ അനാസ്ഥ കാണിക്കരുത്. പലരിലൂടെയും ആത്മബന്ധങ്ങളിലൂടെയും ചങ്കിലൂടെയും ഹൃദയത്തിലൂടെയും സ്നേഹത്തിലൂടെയും വചനത്തിലൂടെയും സമർപ്പണത്തിലൂടെയും നിങ്ങളോട് പലരും പറഞ്ഞു തന്നു, മക്കളെ, ഇനി അനാസ്ഥ കാണിക്കരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതിനും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിനും ഒരു ഉപരി വിളി, ഒരു ഹയർ കോൾ, ഒരു ഉന്നത വിളി നിനക്കുണ്ട്. ആ വിളി നീ പുൽകാത്തിടത്തോളം, ആ വിളി നീ സ്വീകരിക്കാത്തിടത്തോളം നിന്റെ സമാധാനം ദൂരെയായിരിക്കും. കർത്താവേ, അങ്ങ് വെച്ചിരിക്കുന്ന വിളിയിലേക്ക് ഞാനും എൻ്റെ കുടുംബവും കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ഉയരട്ടെ. അനാസ്ഥ, എല്ലാ വിധത്തിലുമുള്ള അനാസ്ഥ ജോലിയിൽ നിന്നും കമ്മിറ്റ്മെൻറ്റുകളിൽ നിന്നും ശുശ്രൂഷകളിൽ നിന്നും മാറിപ്പോകട്ടെ. അവിടെ അനാസ്ഥ മാറുന്നിടത്ത് അഭിഷേകം മുത്തുമണി പോലെ ചിതറാൻ തുടങ്ങും. ആമേൻ, ആമേൻ, ആമേൻ.